Our first chapter is polynomials in one variable. Okay, and we start our chapter with the definition of polynomials or integral rational functions. So first let us read the definition of polynomials. An expression of the form a0 x raised to n plus a1 x raised to n minus 1 plus etc plus an, in which a0, a1, etc. an are given numbers. They can be real or imaginary, and with x as a variable is called an integral rational function of x or a polynomial in x. ഓക്കെ, അപ്പം ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം സം എ നോട്ട് എക്സ് റൈസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ. അതായത് അതിൽ ഒരു വേരിയബിൾ എക്സ് ആയിരിക്കും ഉണ്ടാവുക, കൂടാതെ അവിടെ തന്നേക്കുന്ന എ നോട്ട് എ വൺ എ ടു എക്സെട്ര എ എൻ എന്ന് പറയുന്നത് ഗിവൺ നമ്പേഴ്സ് ആയിരിക്കും, ആൻഡ് ദറ്റ് ക്യാൻ ബി റിയൽ ഓർ ഇമാജിനറി. ഓക്കെ, ദാറ്റ് മീൻസ് a polynomial in one variable is an algebraic expression where there is only one variable present. Okay, ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. ആൻഡ് ഇഫ് എ നോട്ട് നോട്ട് ഈക്വൽ ടു 0, the polynomial is of degree n and a naught x raised to n is the leading term. Okay, but next we have to find the degree of this polynomial, and this polynomial is of the form a naught x raised to n plus a1 x raised to n minus 1 plus etc plus an. And if this a naught not equal to 0, then this polynomial is of degree n. That means the degree of a polynomial is the maximum power of the variable of the polynomial. ഓക്കെ, അപ്പം ഈ പോളിനോമിയലുള്ള വേരിയബിളിൻ്റെ മാക്സിമം പവർ, അതായത് എക്സിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് n ആണ്. സോ ദ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ ഈക്വൽ ടു n, ആൻഡ് a naught x raised to n is the leading term. So let us consider a polynomial that is 3x square plus 2x plus y. This is a polynomial in one variable. അല്ലേ, വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്, ആൻഡ് 3യും 2ഉം 5 എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഓഫ് ദ ഫോം ഓഫ് എ പോളിനോമിയൽ. therefore this is a polynomial of degree 2, കാരണം മാക്സിമം പവർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ആണ്. സോ the degree of this polynomial equal to 2. Now we discuss a new section, division of polynomials. Okay, അപ്പോൾ നമുക്കിതിൻ്റെ തിയറിയിലേക്ക് കടക്കും മുന്നേ നമുക്കൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ പോളിനോമിയൽസിൻ്റെ ഡിവിഷൻ ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ തിയറി പാർട്ടിലേക്ക് വരാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ഫങ്ഷൻസ് സം എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് കൺസിഡർ ചെയ്യാണ്. ആൻഡ് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 plus x plus 3x square plus 9x cube plus 8x raised to 4, and we define g of x equal to 1 plus x plus x square. Okay, and നമ്മൾ സ്മോൾ ലെറ്റർ n എന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രിയും സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയും ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 4, and m equal to, which is degree of g of x equal to 2. Then clearly m less than n. Okay, ഈ നമ്മൾ ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻസ്, വി ഡിഫൈൻ എ കോൺസ്റ്റൻസ് കോൾ സം സി നോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ ബി നോട്ട്. ഓക്കെ, ഈ എ നോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ദിസ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടേൺ ആസ് ദിസ് ഈസ് ഈക്വൽ ടു സം എ എൻ plus an minus 1 x plus etc plus a1 x raised to n minus 1 plus a naught x raised to n. Okay, and this g of x can be written as this is equal to bm some bm minus 1 x plus etc plus b naught x raised to m. Okay, then what is our a naught? A naught equal to 8. So this is equal to 8 divided by what is our b naught? B naught equal to 1. So we get the value of our c naught equal to 8. Okay,
നമ്മൾ രണ്ട് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തു. ആ രണ്ട് ഫങ്ഷൻസിനും ഡിഗ്രീസ് എഴുതി. ആ ഡിഗ്രീസ് തമ്മിലുള്ള റിലേഷൻ ദാറ്റ് ഈസ് എം ലെസ് ദാൻ എൻ ആണ് നമ്മൾ എഴുതി. അതിനുശേഷം വി ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ കോൺസ്റ്റൻറ്റ് സി നോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു എ നോട്ട് ബൈ ബി നോട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് ഐ ഫൈൻഡ് ദ വാല്യൂ സി നോട്ട് ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് എം ഇൻറ്റു ജി ഓഫ് എക്സ്. ഓക്കെ, so what is our c naught? C naught equal to 8 into x raised to n minus m. Okay, and what is our n? Our n equal to 4 and our m equal to 2. So n minus m equal to 2. So 8 into x square into g of x. What is our g of x? G of x equal to 1 plus x square. Okay, when I multiply these three times, I get this is equal to 8x square plus 8x cube plus 8x raised to 4. Okay, now I subtract this term from our function f of x. That is f of x minus c naught x raised to n minus m into g of x. This is equal to, what is our f of x? 1 plus x plus 3x square plus 9x cube plus 8x raised to 4 minus 8x square plus 8x cube plus 8x raised to 4. So when I subtract this function from this function, I get this value equal to 1 plus x and 3x square minus 8x square. That is minus 5x square and 9x cube minus 8x cube. So that is x cube and 8x raised to 4 minus 8x raised to 4. That is equal to 0. Okay, so I get a function 1 plus x minus 5x square plus x cube, and I call this function as our f1 of x. Okay, ഈ ഫംഗ്ഷനെ ഞാൻ f1 of x പറഞ്ഞു വിളിക്കുന്നു. Okay, and let n1 denote the degree of this function. Okay, അതായത് ഈ f1 of xൻ്റെ ഡിഗ്രിയെ ഞാൻ n1 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ then what is the value of n1? n1 equal to 3 അല്ലേ? Then clearly what is our value of m? m equal to 2. Then clearly since m equal to 2 and n1 equal to 3, we have n1 greater than or equal to m. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്തു. ഈ വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അതായത് വി ഫൈൻഡ് again a constant called c1. Okay, c1 is equal to again a naught by b naught. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരുന്ന ഡിഫറൻസ് എന്താ പറഞ്ഞാൽ നമ്മൾ സി നോട്ട് കണ്ടുപിടിച്ചപ്പോൾ ദാറ്റ് ഈസ് സി നോട്ട് ഇക്വൽ ടു എ നോട്ട് ബൈ ബി നോട്ട്. പക്ഷേ ഈ എ നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിലുള്ള ടേം ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സി വണ്ണിലേക്ക് വരുമ്പോൾ ഈ എ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ പുതുതായി കണ്ടുപിടിച്ച ഫംഗ്ഷൻ f1 of xയിലുള്ള എ നോട്ടായിരിക്കും. ഓക്കെ, സോ ഇതിലുള്ള എ നോട്ട് എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ? സോ 1 ഡിവൈഡ് ബൈ വാട്ട് ഈസ് അവർ ബി നോട്ട് എന്ന് പറയുന്നത് ദിസ് ഈസ് 1. Okay, so we get c1 equal to 1. And I again find the value c1 into x raised to n1 minus m into g of x. So this is equal to c1 equal to 1. So 1 into, and we want to find the value n1 minus m. What is our n1? n1 equal to 3 and m equal to 2. So n1 minus m equal to 1. So this is equal to x raised to g of x. G of x equal to 1 plus x square. So this is equal to x plus x square plus x cube. Okay. So and we find the value f1 of x minus this x raised to n1 minus m into g of x. Okay, so when I subtract c1 x raised to n1 minus m g of x from our f1 of x, I get the value 1 minus 6x square. Okay, and we call it this
function as f2 of x. അങ്ങനെയാണെങ്കിൽ let n2 denote the degree of this function, then what is the value of n2? n2 equal to 2 and which is less than n1 because the value of n1 equal to 3 and the value of n2 equal to 2. So n2 less than n1 and n1 equal to 3. Okay. ഇപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ f1 of x കിട്ടി, അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് f2 of x കിട്ടി. അപ്പം f1 of xൻ്റെയും f2 xൻ്റെയും എന്ന് പറയുന്നത് പ്രത്യേകം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ഓരോ പുതിയതായി ഓരോ ഫംഗ്ഷൻസും f1 of x f2 of x ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയും f3 of x f4 of x പറഞ്ഞ ഫംഗ്ഷൻസ് ഇനിയും ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഫംഗ്ഷൻസ് ഉണ്ടാകുന്നതനുസരിച്ച് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഓക്കെ, ദാറ്റ് ഈസ് we get a sequence some f1 of x, f2 of x, f3 of x, etc. such that the degree of those partial remainders f1 of x, f2 of x form a decreasing sequence. Okay, and we can repeat this process until we find some fk plus 1 of x such that whose degree nk plus 1 less than or equal to m. ഓക്കെ, അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ f1 of xൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് f1 of xൻ്റെ ഡിഗ്രി n1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും until we find a function called some fk plus 1 of x whose degree denoted by some nk plus 1 less than or equal to m. ഓക്കെ, അതായത് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആകുമ്പോൾ നമ്മൾ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അതുവരെ നമുക്കിങ്ങനെ സം എഫ് കെ പ്ലസ് 1 of x കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഫൈനലി നമുക്ക് അറ്റ് സം സ്റ്റേജിൽ നമുക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടും എഫ് കെ പ്ലസ് 1 of x. ആ എഫ് കെ പ്ലസ് 1 of xനെ നമ്മൾ നമ്മുടെ ആർ ഓഫ് എക്സ് എന്ന ഫംഗ്ഷനായിട്ട് ഇവിടെ സെറ്റ് ചെയ്യും. ആൻഡ് നമുക്കിവിടെ കുറച്ച് കോൺസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് c0 c1. അങ്ങനെ ഇപ്പം കൂടാതെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് സം c3 c4 അങ്ങനെ കുറച്ച് കോൺസ്റ്റൻസും കൂടി കിട്ടും. ആൻഡ് വി ക്യാൻ ഫോം അനദർ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ദിസ് കോൺസ്റ്റൻസ്. ഓക്കെ, ഈ കോൺസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ കോൺസ്റ്റൻസിൻ്റെ ടൈമിൽ നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ സെറ്റ് ചെയ്യും. ആ ഫംഗ്ഷനെ നമുക്ക് ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞും നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ ആർ ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷൻസും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എഫ് ഓഫ് എക്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ ഫംഗ്ഷൻസ് f1 of x, f2 of x, f3 of x പറഞ്ഞ ഓരോ ഫംഗ്ഷൻസിനെ നമ്മൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്തതാണ്. ഇനി നമുക്കിതിൻ്റെ തിയറി പോർഷനിലേക്ക് കിടക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന രണ്ട് ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് f1 of x, f2 of x എക്സെട്ര പറഞ്ഞൊരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് അറ്റ് സം സ്റ്റേജസിൽ ആ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുകയും നമുക്ക് എഫ് കെ പ്ലസ് 1 of x എന്നൊരു ഫംഗ്ഷൻസ് നമുക്ക് ആ എഫ് ഓഫ് എക്സിൽ നിന്നും ജി ഓഫ് എക്സിൽ നിന്നും കണ്ടെത്താൻ കഴിയുമെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ചെയ്ത ഈ കാര്യത്തിനെ നമ്മൾ തിയറിറ്റിക്കലായി പറയുകയാണ് ഡിവിഷൻ ഓഫ് പോളിനോമിയൽസ് എന്ന ഈ സെക്ഷനിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ and g of x equal to b naught x raised to m plus b1 x raised to m minus 1 plus etc plus bm. Be two polynomials of degree n and m respectively so that a naught not equal to 0, b naught not equal to 0 and assume that n greater than or equal to m. Okay, and let c naught equal to a naught by b naught. Then we form a function f1 of x such that f1 of x equal to f of x minus c naught x raised to n minus m into g of x. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ എക്സാമ്പിൾ ചെയ്ത പോലെ നമ്മൾ f1 of xനെ ഫോം ചെയ്യുന്നു. ആൻഡ് ഇഫ് ദിസ് f1 of x നോട്ട് വാനിഷിങ് ഐഡൻറ്റിക്കലി വിൽ ഹാവ് എ ഡിഗ്രി n1 വിച്ച് ഈസ് ലെസ് ദാൻ n. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ f1 of x പറയുന്നത് ഐഡൻറ്റിക്കലി വാനിഷ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഫംഗ്ഷൻ്റെ ഡിഗ്രി n1 എന്ന് പറയുന്നത് ലെസ് ദാൻ n ആണെന്ന് നമ്മൾ എക്സാമ്പിളിൽ ചെക്ക് ചെയ്തതാണ് അല്ലേ. ആൻഡ്
if n1 greater than or equal to m, we can find a constant c1 such that f1 of x minus c1 into x raised to n1 minus m into g of x equal to f2 of x. We again find a constant c2, and using that we again find a constant c1, and using that constant c1 we find a function f2 of x. Okay, and f2 will have degree n2 which is less than n1, and if n2 greater than or equal to m, the same process can be repeated and we get a sequence f1 of x, f2 of x, f3 of x, etc. such that the degree of those partial remainders f1 of x, f2 of x, etc. form a decreased sequence. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അണ്ടിൽ n1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണെങ്കിൽ നമുക്ക് ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയും വി ക്യാൻ പ്രൊഡ്യൂസ് എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് f1 of x, f2 of x, എക്സെട്ര സച്ച് ദാറ്റ് ഡിഗ്രീസ് ഓഫ് ദോസ് ഫങ്ഷൻസ്, നമ്മൾ ആ ഫങ്ഷൻസിൻ്റെ ഡിഗ്രീസ് നോക്കുകയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ദേ ആർ എ ഡിക്രീസിങ് സീക്വൻസ്. Okay, and so that there will be some partial remainders, some fk plus 1 of x that either vanishes identically or is of degree nk plus 1 less than m. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അണ്ടിൽ വി ഫൈൻഡ് ഒരു ഫങ്ഷൻ എഫ് കെ പ്ലസ് 1 സച്ച് ദാറ്റ് ആ എഫ് കെ പ്ലസ് 1 ഡിഗ്രി എൻ കെ പ്ലസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ എം ആവുന്നവരെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, then by eliminating this f1 of x, f2 of x, etc. up to fk of x from the identities f of x minus c naught x raised to n minus m, g of x equal to f1 of x, etc. ഓക്കെ, അതായത് നമുക്ക് ഈ ഫങ്ഷൻസ് ഈ f1 of x, f2 of x, എക്സെട്ര എന്ന് പറയുന്നത് fk of x എന്ന് പറയുന്നത് ഈ ഐഡൻറ്റിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫങ്ഷൻസാണ് അല്ലേ. ഓക്കെ, അങ്ങനെ ഫൈനലി അറ്റ് സം സ്റ്റേജിൽ നമ്മൾ സം എഫ് കെ പ്ലസ് 1 ഓഫ് എക്സ് എന്ന ഫംഗ്ഷനും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം വി സെറ്റ് എ ഫംഗ്ഷൻ ആർ ഓഫ് എക്സ് സച്ച് ദാറ്റ് അവർ ആർ ഓഫ് എക്സ് ഈക്വൽസ് എഫ് കെ പ്ലസ് 1 ഓഫ് എക്സ്. അങ്ങനെ നമുക്ക് ഫൈനലി കിട്ടിയ എഫ് കെ പ്ലസ് 1 ഓഫ് എക്സിനെ നമ്മൾ ആർ ഓഫ് എക്സ് ആയി സെറ്റ് ചെയ്യുകയും നമുക്ക് കിട്ടിയ കോൺസ്റ്റൻറ്റ് സം സി നോട്ട്, സി വൺ, എക്സെട്ര സി കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ ക്യൂ ഓഫ് എക്സിനെ ഫോം ചെയ്യുകയും ചെയ്യും. ദറ്റ് ഈസ് വി സെറ്റ് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു സി നോട്ട് ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് എം പ്ലസ് സി വൺ എക്സ് റേസ് ടു എൻ വൺ മൈനസ് എം പ്ലസ് എക്സെട്ര പ്ലസ് സി കെ ഇൻറ്റു എക്സ് റേസ് ടു എൻ കെ മൈനസ് എം, and we set our function r of x, that is r of x equal to fk plus 1 of x. Okay, then we can represent our function f of x as f of x equal to g of x into q of x plus r of x. That means we can represent our function f of x in terms of q of x and r of x. That is, we obtain the identity f of x, that is f of x equal to g of x into q of x plus r of x, in which r of x has degree less than m or vanishes identically. Okay, the polynomial q of x is known as quotient. Okay, ഇതിൽ നമ്മൾ ആ q of xനെ quotient എന്നും and the polynomial r of x is known as remainder in the division of f of x by g of x. That is, നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്ന ഫോമിൽ അത് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ക്യൂ ഓഫ് എക്സിനെ കോഷ്യന്റ് എന്നും ആർ ഓഫ് എക്സിനെ റിമൈൻഡർ ഇൻ ദ ഡിവിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നും പറയുന്നു. And if our remainder function r of x equal to 0, that is, if f of x equal to g of x into q of x, then f of x is divisible by g of x or g of x is a divisor of f of x. Okay, അതായത് നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ then we can say that this function f of x is divisible by g of x or എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഡിവൈസറാണ് ജി ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദർ ഇസ് എ നോട്ട്,
That is, if f of x equal to g of x into q of x plus r of x, then either r of x equal to 0 or r of x has lower degree than g of x. അതായത് എഫ് ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ റിപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ ഫംഗ്ഷൻ ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ റിമൈൻഡർ ഫംഗ്ഷന് ജി ഓഫ് എക്സിനേക്കാൾ ലോവർ ഡിഗ്രി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഡിവിഷൻ ഓഫ് പോളിനോമിയൽസ് എന്ന സെക്ഷനിൽ പറയുന്നത്.